നമ്മൾ ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഏറ്റവും വില കൂടിയത് തന്നെ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വില കൂടിയ സമ്മാനം എന്തായിരിക്കും? പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലൊക്കെ ആണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിലൊക്കെയാണ് ഈ കൈമാറ്റം എങ്കിൽ അതിൽ ഏറ്റവും നല്ല സമ്മാനം സാന്നിധ്യം ആണ് എന്നാണ് PMA ഗഫൂർ അദ്ദേഹത്തിൻ്റെ വരൂ ഈ ചിറക് വിളിക്കൂ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. അതിൽ പ്രസൻറ്റ് എന്ന ഒരു അധ്യായമുണ്ട്. ഈ അധ്യായത്തിലാണ് ഈ ഒരു കാര്യം അദ്ദേഹം പറയുന്നത്. പ്രസൻറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സാന്നിധ്യം എന്നും അർത്ഥമുണ്ട്, അതുപോലെ തന്നെ സമ്മാനം എന്നും അർത്ഥമുണ്ട്. ഇത് എഴുതുമ്പോൾ മാത്രമാണ് രണ്ടും മാറിപ്പോകുന്നത്. പറയുമ്പോൾ പ്രസൻറ്റ്, ഞാൻ സാന്നിധ്യം, എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്, ഇത് എൻ്റെ പ്രസൻറ്റാണ്, ഇത് എൻ്റെ സമ്മാനമാണ്, രണ്ടും ഒന്നാണ്. ഒരു കഥ പറയുന്നുണ്ട് അദ്ദേഹം. ഒരു ഉമ്മ അദ്ദേഹത്തെ കാണാൻ വരികയാണ്. ഉമ്മ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ആ ഉമ്മയുടെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആ ഉമ്മയ്ക്ക് ആ ഭർത്താവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഇങ്ങനെ തികട്ടി വരികയാണ്. ആ ഓർമ്മയിൽ ഉമ്മ കരഞ്ഞു പോവുകയാണ്. എന്നിട്ട് ആ ഉമ്മ പറയുന്നത്, അദ്ദേഹം എന്താ വെച്ചാൽ ആ ഉമ്മയുടെ ഭർത്താവ് ഒരുപാട് തിരക്കുള്ള മനുഷ്യനായിരുന്നു, എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ സമയം ഉണ്ടാക്കിയിട്ട് എൻ്റെ കൂടെ വന്നിരിക്കുമായിരുന്നു, എന്നോട് ഒരുപാട് സംസാരിക്കുമായിരുന്നു, ഞാൻ പറയുന്നതൊക്കെ കേൾക്കുമായിരുന്നു, അടുക്കളയിൽ അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലൊക്കെ എന്നെ സഹായിക്കുമായിരുന്നു. ഇങ്ങനെ ആ ഭർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് ആ സ്ത്രീ അനുഭവിച്ച ആ ഒരു സന്തോഷം, അതാണ് അവർ പങ്കുവെക്കുന്നത്. മക്കളോടും നമ്മൾ അങ്ങനെ തന്നെ. മക്കളുടെ കൂടെ നിൽക്കാൻ നമ്മൾ ഇന്നത്തെ ഒരു കാലത്ത് ഒരുപാട് നമുക്ക് തിരക്കുകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ പോലും മക്കളുടെ കൂടെ ഗഫൂർ ഒരു കാര്യം പറഞ്ഞത്, ആദ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ മകന് വന്നിട്ട് അബ്ബാൻ്റെ കൂടെ കിടക്കാൻ വരുമെന്ന് ചോദിക്കുമ്പോൾ എപ്പം പണി തീർത്തിട്ട് വരുന്നൊക്കെ ചെറിയ തിരക്കിലാണെന്നൊക്കെ പറയായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നു, എൻ്റെ മോനെ വിളിച്ചാൽ ഞാൻ നേരെ ചെന്നിട്ട് അവൻ്റെ കൂടെ കിടക്കും, അവന് ഉറങ്ങിയിട്ട് പിന്നെ വന്ന് പണിയൊക്കെ തീർക്കും. അതിന് ഗഫൂർ ഒരു കാരണം പറയുന്നത്, ഇപ്പോൾ അവനെൻ്റെ മകനാണ്, ഞാൻ അവൻ്റെ ഉപ്പയാണ്. അവൻ ഇന്ന് എന്നെ വിളിക്കുമ്പോൾ ഞാൻ അവൻ്റെ കൂടെ ചെന്നിട്ടില്ലെങ്കിൽ നാളെയും അവനെൻ്റെ മകനും ഞാൻ അവൻ്റെ ഉപ്പയാണ്. പക്ഷേ നാളെ ഞാൻ വൃദ്ധനായിട്ട് അവൻ്റെ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുമ്പോൾ, മോനെ ഒരു ഇത്തിരി നേരം എൻ്റെ കൂടെ വന്ന് ഇരിക്കുമെന്ന് ചോദിക്കുമ്പോൾ, അവന് ഇരിക്കണമെങ്കിൽ, അവൻ അന്ന് വന്ന് ഇരിക്കണമെങ്കിൽ ഞാൻ ഇന്ന് അവൻ്റെ കൂടെ ഇത്തിരി ചിലവഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം ചെന്ന് അവൻ്റെ കൂടെ കിടക്കും, അവൻ ഉറങ്ങിയിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ, മക്കൾ തമ്മിലുള്ള ബന്ധത്തിലൊക്കെ സാന്നിധ്യം വളരെ പ്രധാനമാണ് എന്നാണ് ഈ ഒരു അധ്യായത്തിലൂടെ അദ്ദേഹം പറയുന്നത്. നമുക്ക് ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനവും അത് തന്നെയായിരിക്കും.